നമുക്ക് ഫിസിക്സ് പാർട്ട് 2 വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് എവിടെ വരെയായിരുന്നു? ഇലക്ട്രിക് ഫീൽഡിനെ പറ്റിയും ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിനെ പറ്റിയിട്ടുമായിരുന്നു. അപ്പോ അടുത്ത പോർഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രിക് ഡൈപോൾ, പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപൊസിഷൻ ഓഫ് ചാർജസ്, ഇലക്ട്രിക് ലൈൻസ് ആൻഡ് their പ്രോപ്പർട്ടീസ്, ഗോസസ് ലോ ഓർ ഗോസസ് തിയറം, ഇലക്ട്രിക് ഫ്ലക്സ്, charge densities, and application of Gauss's laws and problems. അപ്പോ ഇത്രയും സെക്ഷൻ ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നത് ഇലക്ട്രിക് ഫീൽഡ് ആയിരുന്നു. അതൊന്നുകൂടെ പറയാം. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് നമ്മൾ ഒരു റീജിയൻ കൺസിഡർ ചെയ്യുന്നു, ഒരു ചാർജ് അവിടെ ഇരിക്കുന്നു. ആ ചാർജിന് ചുറ്റും എത്ര റീജിയനിൽ ആ ഫോഴ്സ് അവിടെ നിലനിൽക്കുന്നു, ആ ഒരു റീജിയനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? ഇറ്റ് ഈസ് ദ റീജിയൻ ഓർ സ്പേസ് ഇൻ വിച്ച് എ ചാർജ് പാർട്ടിക്കിൾ എക്സ്പീരിയൻസ് ആൻഡ് ഇലക്ട്രിക് ഫോഴ്സ്. അപ്പൊ അടുത്ത ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് വെച്ചാൽ എന്താണ്? It is defined as the electric force acting on a unit positive charge placed at a point in an electric field. If a charge Q experience a force F from an electric field, by electric field, the intensity of the field എന്തായിരിക്കാം? E is equal to F by Q ആയിരിക്കാം. E is equal to F by Q. അപ്പൊ എന്ന് പറയുന്നത് എന്താണ്? ഒരു ചാർജ് അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ചാർജിൽ എത്രമാത്രം ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത്. അടുത്തത് അത് വരുന്നൊരു പ്രോബ്ലം ആണ്. ഇനി ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് F by Q ആണ്. അതോടൊപ്പം തന്നെ നമുക്ക് എന്തറിയാൻ പറ്റും? SI യൂണിറ്റ് നമുക്ക് എഴുതിക്കൂടെ? ഫോഴ്സിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ന്യൂട്ടൺ ആണ്. അടുത്ത ചാർജിന്റെയോ? കൂളോംബ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം SI യൂണിറ്റ്? ന്യൂട്ടൺ പെർ കൂളോംബ് എന്ന് പറയാം. അതെന്താണ്? ഇറ്റ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. ഇതൊരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. അത് വെച്ചിട്ട് പ്രോബ്ലം നോക്കാം. എ ബോഡി possesses a charge of 5 electrons. Find the electric force acting on it when it enters to a field of intensity 5 into 10 raised to 6. അപ്പോ തന്നിരിക്കുന്ന ഡേറ്റാസ് എന്തൊക്കെയാണ്? ചാർജ് തന്നിട്ടുണ്ട്. എന്താണ്? 5 ഇലക്ട്രോൺസ് ആണ്. 5 ഇലക്ട്രോൺസിന്റെ ആണെന്നാ പറഞ്ഞിരിക്കുന്നത് ചാർജ്. അടുത്ത് എന്ത് തന്നിട്ടുണ്ട്? ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കേണ്ട ആരെയാണ്? ഫോഴ്സ് ആണ്. അപ്പൊ ഫോഴ്സ് ഈക്വൽ ടു E ഇൻറ്റു Q ആണ്. അപ്പൊ അത് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. ഫോഴ്സ് ആയതുകൊണ്ട് യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ ആണ്. അടുത്തത് find the acceleration experienced by a proton placed in an electric field of intensity 5 into 10 raised to minus 3 Newton per Coulomb. അപ്പോ ഇവിടെ നമുക്ക് ആക്സിലറേഷൻ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പോ നമുക്ക് ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? ഡേറ്റാസ്, ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ചാർജ് ഓഫ് പ്രോട്ടോൺ 1.6 into 10 raised to minus 19 ആണ്. മാസ് ഓഫ് ദി പ്രോട്ടോൺ 1.67 into 10 raised to minus 27 ആണ്. ഇത് രണ്ടും നിങ്ങൾ കാണാതെ പഠിച്ചു വെച്ചിരിക്കുന്ന ഡേറ്റാസ് ആണ്. അപ്പോ ഇത് വെച്ചിട്ട് നമ്മൾ നോർമൽ ആയിട്ട് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഫോഴ്സ് ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ എന്ന് നമുക്ക് പറയാമല്ലോ. അപ്പൊ ഇവിടെ എന്താണ്? ഇവിടെ നമ്മൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആയിട്ട് നമുക്ക് എടുക്കാം. അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്തേക്കുന്നതെന്ന് നോക്കാം. QE is equal to mg എന്ന് നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നു. കാരണം ഇവിടെ QE എന്ന് പറയുന്നത് എന്താണ്? അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിന്റെ ഇക്വേഷൻ, അവിടുത്തെ ഫോഴ്സ് ആണ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. അപ്പൊ F ഈക്വൽ ടു എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി E is equal to F by Q. അതിൽ നിന്ന് ഫോഴ്സ് എടുത്തതാണ് Q into E. അത് ഏതുമായിട്ട് ഇക്വേറ്റ് ചെയ്തിരിക്കുകയാണ്? നമ്മൾ നമ്മുടെ ഫോഴ്സുമായിട്ട് ഇക്വേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. അടുത്തത് ഇലക്ട്രിക് ഡൈപോൾ. ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്ന പോർഷൻ എന്താണ് പറയുന്നത്? രണ്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസിനെ ഒരു ചെറിയ വെക്ടർ ഡിസ്റ്റൻസ് വെച്ച് സെപ്പറേറ്റ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്നത്. അപ്പോ രണ്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റ് ചെയ്യുന്നു ബൈ എ വെക്ടർ ഡിസ്റ്റൻസ്, സ്മോൾ വെക്ടർ ഡിസ്റ്റൻസ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്നത്. അടുത്തത് ഇനി ഡൈപോൾ മൊമെന്റ് എന്താണ്?
It is a product of the magnitude of charge and two distance between the two charges. അപ്പൊ അതെന്ന് പറയുന്നത് എന്താണ്? പ്രോഡക്റ്റ് ഓഫ് എന്തിന്റെയൊക്കെയാണ്? ചാർജിന്റെയും 2 ആണ്. 2 ടൈംസ് ഓഫ് ഡിസ്റ്റൻസ് ആണ്. അതിന്റെ എന്താണ്? പ്രോഡക്റ്റ് ആണ് എന്ത്? ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത്. അപ്പോ 2a is the length of the dipole ആണ്. SI യൂണിറ്റ് അപ്പൊ എന്തായിരിക്കും? കൂളോം മീറ്റർ ആയിരിക്കും. കാരണം Q is the charge and A is distance. അപ്പൊ സെന്റിമീറ്ററിൽ ലെങ്ത് ആണ് സെന്റിമീറ്റർ. അപ്പം എന്താണ്? കൂളോം മീറ്റർ എന്നാണ് അതിന്റെ യൂണിറ്റ്. ഇനി ഇവിടെ ഒരു എക്സ്പ്രഷൻ കൊടുത്തിരിക്കുകയാണ്. എക്സ്പ്രഷൻ ഫോർ ദ ടോർക്ക് ആക്ടിങ് ഓൺ ഇലക്ട്രിക് ഡൈപോൾ. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഉള്ള ഒരു ഇതിൽ എക്സേർട്ട് ചെയ്യുന്ന ടോർക്ക് കാണിച്ചിരിക്കുകയാണ്. ഇമ്പോർട്ടന്റ് ആ ജസ്റ്റ് നോക്കി വെച്ചിരിക്കുക. അപ്പം രണ്ട് ചാർജസ് ഇവിടെ ഇവിടെ 2Q എന്ന് പറയുന്ന ചാർജസ്, അതിന്റെ സ്മോൾ ഡിസ്റ്റൻസ് എത്രയാണ്? 2a ആണ്. ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്ന ഒരു സ്മോൾ ഡിസ്റ്റൻസ് സെപ്പറേഷൻ ആണ്. ഇവിടെ നമ്മൾ എന്താ പറയുന്നേ? ഡൈപോൾ മൊമെന്റ് ആണ് പറയുന്നത്. അപ്പൊ അത് 2a ഡിസ്റ്റൻസ് ആണ്. അപ്പം എന്താണ്? ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്ന ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ 2a into q ആണ്. അപ്പോ ഇവിടെ നമുക്ക് എന്താ ടോർക്ക് വെച്ച് പറയുമ്പോൾ എന്താണ്? ടോർക്ക് ഈസ് ഈക്വൽ ടു എന്താണ്? ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഇവിടുത്തെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡിസ്റ്റൻസ് ഏതാണ്? ഈ ഡിസ്റ്റൻസ് ആണ്. ആ ഡിസ്റ്റൻസ് ഇവിടെ കാണാമോ എന്നറിയത്തില്ല. എന്താണ്? അഡ്ജസന്റ് ടോ ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് AC ആണ് വരുന്നത്. അപ്പൊ ഫിഗർ നമ്മൾ പ്രൂഫ് പോലെ പഠിച്ചിരിക്കുന്നതാണ്. അപ്പൊ സൈൻ തീറ്റ എന്തായിരിക്കും? AC by AB. സൈൻ തീറ്റ അറിയാലോ, ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. AC by AB. അപ്പൊ AC by 2a എന്ന് കിട്ടും. AC is equal to 2a സൈൻ തീറ്റ. അതാണ് അവിടുത്തെ ഇക്വേഷൻ. അപ്പൊ ടോ is equal to QE into 2a സൈൻ തീറ്റ. അപ്പൊ ടോ is equal to R into P. അപ്പൊ R ന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അവർ പ്രൂവ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ടോ is equal to PE എന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളുക. ഇതിലെ പ്രോബ്ലംസ് എല്ലാം മാക്സിമം ചെയ്ത് പഠിക്കാൻ നോക്കുക. An electric dipole contains two charges, each of magnitude 6 microcoulomb and has a length. Q is equal to എന്താ? അവിടുത്തെ ഇക്വേഷൻ എന്താണ്? Q is equal to 6 microcoulomb ആണ്. കൂളോമിനെ മൈക്രോകൂളോമിനെ കൂളോംബ് ആക്കുന്ന അറിയാലോ. into 10 raised to -6 ആണ്. ഇവിടെ 2a is equal to ആണ് എന്ത്? 5 into 10 raised to 3 തന്നിരിക്കുന്നത്. അപ്പൊ P is equal to കണ്ടുപിടിക്കാമല്ലോ. രണ്ടും കൂടെ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. P is equal to a charge into എന്താണ്? 2a. An electric dipole having moment 4 into 10 raised to -6 centimeter is placed an electric field of intensity 5 into 10 raised to 4 Newton per coulomb at an angle എത്രയായിരിക്കും? 30 ഡിഗ്രി ആണ് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോ ഇത് നമ്മൾ 3 into 10 raised to -8 ആയിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ ആണിത്. An electric dipole having moment 4 into 10 raised to -6 എവിടെ പ്ലേസ് ചെയ്യുന്നു? ഇലക്ട്രിക് ഫീൽഡ് ഓഫ് ഇന്റൻസിറ്റി 5 into 10 raised to 4 ആംഗിൾ എത്രയാണ്? 30 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ടോ കണ്ടുപിടിക്കാൻ അറിയാലോ. ടോ ഈസ് ഈക്വൽ ടു നമ്മൾ എന്താ? R into P ആണ്. അത് വെച്ച് നമുക്ക് കിട്ടിയതാണ് ഇക്വേഷൻ എത്രയാണ്? 2a സൈൻ തീറ്റ വെച്ചിട്ട് PE into സൈൻ തീറ്റ. അത് നോക്കിക്കൊള്ളുക. കണ്ടോ? അപ്പോ ഡൈപോൾ മൊമെന്റ് തന്നിട്ടുണ്ട്. ഇന്റൻസിറ്റി തീറ്റ 30 ഡിഗ്രി തന്നിട്ടുണ്ട്. ടോ ഈസ് ഈക്വൽ ടു PE സൈൻ തീറ്റ. ഡേറ്റാസ് എല്ലാം ഗിവൺ ആണ്. ക്വസ്റ്റ്യൻ എഴുതിയെടുത്തിട്ട് തന്നെ ചെയ്ത് നോക്കാം. അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ടോപ്പിക് ആണ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ ഓഫ് ചാർജസ്. പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ ഓഫ് ചാർജസ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ അഡിറ്റിവിറ്റി ഓഫ് ചാർജസ് പറഞ്ഞായിരുന്നു. ഒരു സിസ്റ്റത്തിന്റെ ചാർജ് നമ്മൾ കാണണമെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോ ചാർജസിന്റെയും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള നമ്മൾ കണ്ടുപിടിച്ചിട്ട് അത് സം ചെയ്യുമെന്ന് പറഞ്ഞു. അതേപോലെ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്താന്ന് വെച്ചാല് അപ്പൊ ടോട്ടൽ ഫോഴ്സ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഓരോ ചാർജസും എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സിന്റെ സം ആയിരിക്കും. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ പറയുന്നത്. In the case of a system of several charges, the net force acting on any charge will be the vector sum of the forces by individual charges. The forces between individual charges are not considered. In the case of a system, 4 charges, the net force acting on the first charge will be. അപ്പോൾ നമ്മൾ ഇവിടെ ഒരുപാട് ചാർജസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ
ടോട്ടൽ ഫോഴ്സ് F1 ഫസ്റ്റ് ചാർജിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് ഏതായിരിക്കും? ബാക്കിയുള്ള എല്ലാ ചാർജസും അതിലൊരു ഫോഴ്സ് എക്സേർട്ട് ചെയ്തില്ലേ? അപ്പോ ആ ഫസ്റ്റ് ചാർജിന്റെ ഫോഴ്സ് എത്രയായിരിക്കും? ബാക്കിയുള്ള ചാർജസ് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സിന്റെയും കൂടെ സം ആയിരിക്കും. അപ്പൊ F1 എന്ന് പറയുന്നത് F21 പ്ലസ് F31 പ്ലസ് F41 ആയിരിക്കും. അടുത്ത എക്സ്പ്രഷൻ ഓഫ് ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു പോയിന്റ് ചാർജ് ആണ്. പോയിന്റ് ചാർജിന്റെ എക്സ്പ്രഷൻ. അപ്പോൾ പോയിന്റ് ചാർജ് ആണെങ്കിൽ എന്താണ്? ചാർജ് എന്ന് പറയുന്നത് പോയിന്റ് ചാർജ് എന്ന് വെച്ചാൽ അറിയാലോ 1 കൂളംബ് ആണെന്ന് പറയാം. കൺസിഡർ പോയിന്റ് ചാർജ് Q placed in air. Let P be a point at a distance R from the point charge. Then force acting on a unit positive charge at this point measures the electric field intensity, which is given by 1 by 4 pi epsilon 0 into Q by R square ആയിരിക്കും. അപ്പോ ആ ഇക്വേഷൻ നോക്കി വെക്കുക. എപ്സിലോൺ ഈസ് ഈക്വൽ അല്ലെ ഇ ഈസ് ഈക്വൽ ടു ഇലക്ട്രിക് ഫീൽഡ് ഈക്വൽ ടു 1 by 4 pi എപ്സിലോൺ 0 into Q by R square. ഈ ഇയും എപ്സിലോൺ 0 തിരിയാതെ ശ്രദ്ധിക്കുക. അടുത്തത് ആക്സിയൽ പോയിന്റ് ആണ്. ആക്സിയൽ പോയിന്റ് ആണ്. ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരുന്നാൽ മതി. ഇ ഈസ് ഈക്വൽ ടു E1 മൈനസ് E2 ആയിരിക്കും. അപ്പൊ അവിടുത്തെ ഇക്വേഷൻ എങ്ങനെ വരും? 1 by 4 pi എപ്സിലോൺ 0 Q by R minus D the whole square ആയിട്ട് വരും. ഓരോ കേസസിൽ ക്വസ്റ്റ്യൻസ് മാറി മാറി വരുമ്പോൾ അതനുസരിച്ച് ചെയ്യുക. അടുത്ത ഇക്വിറ്റോറിയൽ പോയിന്റ് ആണെങ്കിലോ എപ്സിലോൺ ഈക്വൽ ടു 1 by 4 pi എപ്സിലോൺ 0 into P by R cube ആയിരിക്കും. ഇനി ഇലക്ട്രിക് ലൈൻസ്. അപ്പോൾ ഇലക്ട്രിക് ലൈൻസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ എന്തൊക്കെയാണ് നേരത്തെ ഇലക്ട്രിക്കുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ടേംസ് പഠിച്ചായിരുന്നല്ലോ. ഇലക്ട്രിക് ഫീൽഡ് ഒക്കെ കണ്ടായിരുന്നല്ലോ. ഇലക്ട്രിക് ഫീൽഡ് എന്തായിരുന്നു? ഒരു ചാർജ് മൂലം ഒരു ചാർജിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് എത്ര ഏരിയ അല്ലെങ്കിൽ എത്ര റീജിയനിലാണ് നിലനിൽക്കുന്നത്, അതാണ് ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ലൈൻസ് എന്താന്ന് വെച്ചാൽ ഇതൊരു ഇമാജിനറി ലൈൻസ് ആണ്, അല്ലെങ്കിൽ കേർവ്ഡ് ആയിട്ടുള്ള ലൈൻസ് ആണ് ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡിൽ കാണുന്ന കർവ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇമാജിനറി ലൈൻസ് ആണ്. അപ്പോ ഇതിന്റെ പ്രത്യേകത എന്താണ്? Such that the tangent at any point on it gives the direction of the electric field intensity. അപ്പോ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് അല്ലെങ്കിൽ ഇലക്ട്രിക് ലൈൻസ് വെച്ചിട്ടാണ് നമ്മൾ എന്തിന്റെ ഡയറക്ഷൻ പറയുന്നത്? ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഡയറക്ഷൻ പറയുന്നത്. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിക്ക് നമ്മൾ ഒരു ഇക്വേഷൻ പഠിച്ചല്ലോ. എന്തായിരുന്നു ഇക്വേഷൻ? ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കണക്ട് ചെയ്തൊരു ഇക്വേഷൻ പഠിച്ചല്ലോ. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഈസ് ഈക്വൽ ടു F by Q. അപ്പോ നോക്കിക്കുക. അപ്പൊ ഇലക്ട്രിക് ലൈൻസ് എന്ന് പറയുന്നത് എന്താണ്? ഇമാജിനറി ലൈൻസ് ഓർ കർവ്സ് ആണ് ഡ്രോൺ ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ് എന്ന് വരയ്ക്കുന്നതാണ്. ഇത് എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഡയറക്ഷനെ കാണിക്കുന്ന ഒന്നാണ്. ഇനി അവരുടെ പ്രോപ്പർട്ടീസ്. അവരുടെ പ്രോപ്പർട്ടീസ് നോക്കുക. അപ്പോൾ ദേ ഒറിജിനേറ്റ് ഫ്രം പോസിറ്റീവ് ചാർജ് ആൻഡ് ടെർമിനേറ്റ് ഓൺ നെഗറ്റീവ് ചാർജ്. ഇത് ഒറിജിനേറ്റ് ചെയ്യുന്ന പോസിറ്റീവ് ചാർജിൽ നിന്നും ടെർമിനേറ്റ് ചെയ്യുന്നത് നെഗറ്റീവ് ചാർജിൽ നിന്നും ആണ്. The tangent at any point on it gives the direction of electric field intensity. അപ്പോ ഈ ടാൻജന്റ് അറ്റ് എനി പോയിന്റ് എന്താണ് നൽകുന്നത്? നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഡയറക്ഷൻ ആണ് തരുന്നത്. നമ്മൾ ഈ ഡെഫിനിഷനിൽ പറഞ്ഞത് തന്നെയാണ് പ്രോപ്പർട്ടീസിലും പറയുന്നത്. അടുത്ത two electric lines will never intersect. If they intersect each other, we get two direction for electric field intensity at a single point, which is impossible. രണ്ട് ഇലക്ട്രിക് ലൈൻസ് എപ്പോഴെങ്കിലും ഇന്റർസെക്ട് ചെയ്യോ? ഇല്ല, ഒരിക്കലും രണ്ട് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ത് ചെയ്തില്ല? ഇന്റർസെക്ട് ചെയ്തില്ല. അഥവാ അവർ ഇന്റർസെക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊരിക്കലും പോസിബിൾ അല്ല, അങ്ങനെ ഒരു കാര്യം നടക്കത്തില്ല. അടുത്ത ഇലക്ട്രിക് ലൈൻസ് വിതൗട്ട് will not pass through a conductor. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത് എന്തിലൂടെ പാസ് ചെയ്യത്തില്ല? കണ്ടക്ടറിന്റെ അകത്തൂടെ പാസ് ചെയ്തില്ല. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് will not pass through a conductor. In the case of a uniform field, the electric lines are parallel and equidistant. ഒരു യൂണിഫോം ആയിട്ടുള്ള ഒരു ഫീൽഡ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എങ്കിൽ ഇലക്ട്രിക് ലൈൻസ് എന്തായിരിക്കും? പാരലൽ ആയിരിക്കും, അഥവാ ഇക്വ ഡിസ്റ്റൻസ് ആയിരിക്കും, എന്ന് വെച്ചാൽ ഈക്വൽ ഡിസ്റ്റൻസ് ആയിരിക്കും. ഇൻ ദ കേസ് ഓഫ് എ സ്ട്രോങ് ഫീൽഡ് ദ ലൈൻ ഡെൻസിറ്റി വിൽ ബി ലാർജ്. ലൈൻ ഡെൻസിറ്റി എന്തായിരിക്കും? ലാർജ് ആയിരിക്കും. അപ്പം പ്രോപ്പർട്ടീസ് എന്തൊക്കെയാ? അവര് സ്റ്റാർട്ട് ചെയ്യുന്നത് പോസിറ്റീവ് ചാർജിൽ നിന്നും ടെർമിനേറ്റ് ചെയ്യുന്ന നെഗറ്റീവ് ചാർജ് ആണ്. ടാൻജന്റ് എന്തിനെ റെപ്രസെന്റ് ചെയ്യും? ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡിനെ റെപ്രസെന്റ് ചെയ്യും. രണ്ട് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല? ഇന്റർസെക്ട് ചെയ്യത്തില്ല. ഇലക്ട്രിക് ലൈൻസ് വിൽ നോട്ട് പാസ് ത്രൂ conductor. In case of uniform field എന്തായിരിക്കും? ഇലക്ട്രിക് ലൈൻസ് പാരലൽ ആയിരിക്കും ആൻഡ് equidistant ആയിരിക്കും. In case of strong field
line density will be large. അടുത്തത് ലൈൻസ് ഓഫ് ഫോഴ്സ്. നമ്മൾ എങ്ങനെയാണ് ഇലക്ട്രിക് ലൈൻസ് നമ്മൾ എന്താന്ന് പറഞ്ഞു? ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന ടാൻജന്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അതെങ്ങനെയാണ് ഒരു പോസിറ്റീവ് ചാർജും ഐസൊലേറ്റഡ് നെഗറ്റീവ് ചാർജും നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എന്നാണ് കാണിച്ചിരിക്കുന്നത്. ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു ചാർജ് പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ അതിൽ നിന്ന് വെളിയിലേക്ക് പോകുന്ന രീതിയിൽ ലൈൻസ് ഔട്ട്സൈഡ് ആയിട്ടായിരിക്കും നമ്മൾ എന്ത് വരയ്ക്കുന്നത്. ഐസൊലേറ്റഡ് നെഗറ്റീവ് ചാർജ് ആണെങ്കിലോ ഇൻസൈഡ് ആയിട്ട് ലൈൻസ് വരുന്ന രീതിയിലായിരിക്കും നമ്മൾ വരയ്ക്കുന്നത്. ഇനി കോമ്പിനേഷൻ ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഇവിടെ പോസിറ്റീവും നെഗറ്റീവും ആണെങ്കിൽ എന്താ അട്രാക്ട് ചെയ്യും. അപ്പൊ ഇവിടെ ഇങ്ങോട്ടും ലൈൻസ് കണക്ട് ചെയ്യാം. ഇനി കോമ്പിനേഷൻ ഓഫ് ലൈക്ക് ചാർജസ് ആണെങ്കിലോ റിപ്പൽ ചെയ്യും, അല്ലെ? റിപ്പൽ ചെയ്യും. ഔട്ട്വേർഡ്സ് തന്നെയാണ്, ഇവിടെ ഔട്ട്വേർഡ്സ് ആണ് എന്താണ് വെളിയിലോട്ട് രണ്ട് സൈഡിൽ നിന്നും ഡിഫ്ലക്ട് ചെയ്ത് പോകുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അടുത്ത ഇലക്ട്രിക് ഫ്ലക്സ് ആണ്. എന്താണ് ഇലക്ട്രിക് ഫ്ലക്സ്? The total number of electric lines passing through a certain area in an electric field is called electric flux. Electric flux എന്ന് പറയുന്നത് എന്താണ്? ഒരുപാട് ഇലക്ട്രിക് ലൈൻസ് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഏരിയയിലൂടെ പാസ് ചെയ്ത് പോകുന്നു. അത് മൊത്തത്തിൽ നമ്മൾ എന്തെന്ന് പറയും? ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയും. ഇപ്പോൾ ഒരുപാട് ഇലക്ട്രിക് ലൈൻസ് ഒരുമിച്ച് നമ്മൾ ഒരു certain ഏരിയ കൺസിഡർ ചെയ്ത് അതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്തായിരിക്കും? ഇലക്ട്രിക് ഫ്ലക്സ് എന്നായിരിക്കും. It is found that electric flux through a small area ds എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? ഒരു ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡിനെ ഡിപ്പെൻഡ് ചെയ്യും, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ds നെ ഡിപ്പെൻഡ് ചെയ്യും, and cosine of the angle theta between the direction of E and ds. അപ്പോൾ എന്താണ് നമ്മൾ എന്തൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡിന്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷന്, കൊസൈൻ ഓഫ് ദി ആംഗിൾ തീറ്റ ബിറ്റ്വീൻ ദ ഡയറക്ഷൻ ഓഫ് ഇ ആൻഡ് ഡി എസ്. ഡി ഫൈ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇ ഡി എസ് കോസ് തീറ്റ. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, ഡി ഫൈ ഈക്വൽ ടു ഇ ഡോട്ട് ഡി എസ്. അപ്പൊ ഈ ഡോട്ട് പ്രോഡക്റ്റ് ആയിട്ട് നമ്മൾ ഏത് ക്വാണ്ടിറ്റിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? സ്കെയിലാർ ക്വാണ്ടിറ്റിനെ. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും ഇലക്ട്രിക് ഫ്ലക്സ്? ഇലക്ട്രിക് ഫ്ലക്സ് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആയിരിക്കും. ഇലക്ട്രിക് ഫ്ലക്സ് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി. അടുത്തത് ഗോസസ് ലോ ഓർ ഗോസസ് തിയറം. അപ്പൊ നമ്മൾ ഈ ഗോസസ് ലോ അല്ലെങ്കിൽ ഗോസസ് തിയറം പറയുന്നതിന് മുന്നേ നമ്മൾ ഇതിന് മുമ്പിട്ടൊരു ലോ പഠിച്ചല്ലോ. ഏത് ലോ ആയിരുന്നു? കൂളോംസ് ലോ ആയിരുന്നു. കൂളോംസ് ലോയിൽ നമ്മൾ പഠിച്ച എന്താണ്? Force is directly proportional to product of two charges and is inversely proportional to square of the distance between them. അപ്പോൾ അത് നിങ്ങൾ ബൈ ഹേർട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഈ ലെസണിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാവുന്ന രണ്ട് സംഭവങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് കൂളോംസ് ലോ, ഒന്ന് ഗോസസ് ലോ ആണ്. കൂളോംസ് ലോ മറക്കത്തില്ലല്ലോ. Force directly proportional to Q1 and Q2 and is inversely proportional to square of the distance between them. ഇനി ഗോസസ് ലോ എന്താണ്? Total electric flux passing through any closed surface in a free space will be equal to 1 by epsilon times the net charge enclosed by that surface. അപ്പോൾ നമ്മുടെ കൂളോംസ് ലോയിൽ നിന്ന് എൻറ്റയർ ആയിട്ട് ഡിഫറെന്റ് ആണ് ഗോസസ് ലോ. അപ്പൊ ഗോസസ് ലോ എന്താണ് പറയുന്നത്? ഇവിടെ ഇലക്ട്രിക് ഫ്ലക്സ് എന്താ നമ്മൾ പറഞ്ഞില്ലേ? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് അല്ലെങ്കിൽ ഇലക്ട്രിക് ലൈൻസ് ഒരു ഏരിയയിലൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ ടോട്ടൽ ആയിട്ടുള്ള ഇലക്ട്രിക് ലൈൻസ് നമ്മൾ പറയുന്നതാണ് ഇലക്ട്രിക് ഫ്ലക്സ്. അപ്പൊ ഗോസസ് ലോ എന്ന് പറയുന്നത് എന്താണ്? ഈ ഇക്വേഷൻ നോക്കി വെച്ചിരുന്നാൽ മതി. ഇ ഡോട്ട് ഡി എസ് എന്ന് പറയുന്നത് 1 by epsilon ടൈംസ് ക്യൂ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇതെല്ലാം തിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഇക്വേഷൻ ആദ്യം ബൈ ഹേർട്ട് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഡെഫിനിഷൻ എഴുതാൻ നോക്കുക. അപ്പൊ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. അപ്പൊ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് പാസിംഗ് ത്രൂ എനി ക്ലോസ്ഡ് സർഫേസ് ഇൻ എ ഫ്രീ സ്പേസ് will be equal to 1 by epsilon times the net charge enclosed by that surface ആണ്. ഓ എങ്ങനെ എഴുതാം? സർഫസ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഈക്വൽ ടു 1 by epsilon 0 into q. ഈ സർഫസ് ഇന്റഗ്രൽ, വോളിയം ഇന്റഗ്രൽ, ലൈൻ ഇന്റഗ്രൽ എന്ന് നിങ്ങൾ എന്താന്ന് പിന്നെ പറഞ്ഞുതരാം, അങ്ങോട്ട് നിങ്ങൾക്ക് ഉണ്ട്. അപ്പോ അടുത്തത്, അപ്പോ ഒന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം, അല്ലെങ്കിലോ സർഫസ് ഇന്റഗ്രൽ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഓവർ എനി ക്ലോസ് സർഫസ് ഇൻ ഫ്രീ സ്പേസ് വിൽ ബി ഈക്വൽ ടു 1 by epsilon times net charge enclosed by that surface. രണ്ട് ഈക്വൽ ആണ്, ഏതെങ്കിലും ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. അടുത്തത് draw the electric lines in the case of
following condition. അപ്പോൾ Q greater than 0 ആണെങ്കിലും Q less than 0 ആണെങ്കിലും എങ്ങനെ വരയ്ക്കാം? Q greater than 0 ആണെങ്കിൽ എന്തായിരിക്കും അവിടെ? പോസിറ്റീവ് ആയിട്ട് എഫക്റ്റും, നെഗറ്റീവ് ലെസ് ദാൻ 0 ആണെങ്കിൽ നെഗറ്റീവ് എഫക്റ്റും ആയിരിക്കും. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. Total flux passing through a closed surface is 2.5 into 10 raised to 6 Newton meter square per coulomb. Find the charge enclosed by the surface. ഇവിടെ ഏതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ അപ്പോൾ മനസ്സിലാക്കിക്കോണം. ഇവിടെ തന്നിരിക്കുന്ന ഡേറ്റാസ് എന്താണ്? സർഫസ് ക്ലോസ് സർഫസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ക്ലോസ്ഡ് സർഫസ് എന്ന് പറയുന്നത് എവിടെ കിടന്നാലും അത് എന്തായിരിക്കും? ഗോസസ് ലോ ആയിരിക്കും. അപ്പൊ ഗോസസ് ലോയിലല്ലേ നമ്മൾ ക്ലോസ്ഡ് സർഫസ് പറയുന്നത്. അപ്പോ അന്നേരം 2.5 into 10 raised to 6 Newton meter square per coulomb എന്ന് തന്നിട്ടുണ്ട്. എന്താ അവിടെ തന്നിരിക്കുന്നത്? യൂണിറ്റ് നോക്കുക. എന്താ തന്നിരിക്കുന്നത്? ഇലക്ട്രിക് ഫ്ലെക്സ് ആണ് തന്നിരിക്കുന്നത്. അതെടുത്ത് എഴുതുക. എന്നിട്ട് നിങ്ങൾ എന്ത് കണ്ടുപിടിക്കുക? ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ സർഫസ് കണ്ടുപിടിക്കുക. Q ഈസി ആയിട്ട് കണ്ടുപിടിക്കാമല്ലോ. E dot ds is equal to 1 by epsilon 0 into Q ആണ്. ഇനി epsilon 0 dielectric permittivity in free space ന്റെ വാല്യൂ ബൈ ഹേർട്ട് ചെയ്ത് വെച്ചേക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. 8.85 into 10 raised to minus 12 ആണ്. വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതിന്റെ ആൻസർ ഇത് തന്നെ കിട്ടുന്നതാണ് നോക്കുക. ഇനി നിങ്ങൾ പ്രോബ്ലം ചെയ്യുമ്പോൾ എല്ലാത്തിനും യൂണിറ്റ് ഇട്ട് പോകാൻ നോക്കണം. A spherical surface of radius 5 cm enclosed a charge of 5 microcoulomb. അപ്പൊ എന്തൊക്കെ കണ്ടുപിടിക്കേണ്ട ഡേറ്റാസ്? ഫ്ലെക്സ് ത്രൂ ദ സർഫസ്. വാട്ട് വിൽ ബി ദ ഫ്ലെക്സ് വെൻ ദ റേഡിയസ് ബിക്കം ഡബിൾഡ്? അപ്പൊ എന്തൊക്കെ കണ്ടുപിടിക്കുക? ആദ്യം പറഞ്ഞിരിക്കുന്ന ഫ്ലെക്സ് കണ്ടുപിടിക്കാനും പിന്നെന്താ റേഡിയസ് ഡബിൾ ചെയ്യുമ്പോഴുള്ള ഫ്ലെക്സ് കണ്ടുപിടിക്കാനും ആണ്. അപ്പൊ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഡേറ്റാസ് എല്ലാം എടുത്ത് എഴുതിയിട്ട് കണ്ടുപിടിക്കാമല്ലോ. ഇവിടെ സ്പെറിക്കൽ സർഫസിന്റെ ഏരിയ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? 4πr² ആണ് സർഫസ് ഏരിയ. 4πr² വെച്ച് അത് വെച്ചിട്ട് തന്നെ നിങ്ങൾ കണ്ടുപിടിക്കുക. എളുപ്പത്തിൽ കിട്ടുമല്ലോ. ക്വസ്റ്റ്യൻ മാത്രം നോക്കിയിട്ട് തന്നെ ചെയ്ത് നോക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ. A cubical box encloses a 5 microcoulomb charge. Find total flux through the surface, flux through any of the phase. രണ്ട് കണ്ടുപിടിക്കാമല്ലോ. ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. അടുത്തൊരു പ്രൂഫ് ആണ്. Consider point charge Q placed in free surface. Let us assume a closed surface surrounding charge in form of spherical sphere with radius r. All the points on the surface of sphere E and ds have the same direction. അപ്പോൾ ഇത് നമ്മുടെ ഗോസസ് ലോ വെച്ചിട്ടുള്ള ഒരു പ്രൂഫ് ആണ്. ഗോസസ് ലോ എങ്ങനെ പ്രൂവ് ചെയ്യാം അതാണ് കാണിച്ചിരിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സംഭവമാണ്. അപ്പൊ നമ്മളൊരു എന്താണ് സർക്കുലർ ആയിട്ടുള്ള ഒരു സർഫസ് എടുക്കുക. അപ്പൊ സർഫസ് ഇന്റഗ്രൽ അല്ലേ. അപ്പൊ സർഫസ് കൺസിഡർ ചെയ്തിട്ട് ഒരു പോയിന്റ് എടുത്തിട്ട് അവിടെ ഡിസ്റ്റൻസ് സെന്റർ ആർ ഡിസ്റ്റൻസ് ആണ് പി ആണെന്നൊക്കെ എഴുതിയിട്ട് കൺസിഡർ ചെയ്തിട്ട് ചെയ്യണം. അപ്പോ ഇൻറ്റു ഇന്റഗ്രൽ ഡി എസ് ഇൻറ്റു 4πr². ആ ഏരിയ അല്ലേ സർഫസ് ഏരിയ. 4πr² എന്ന് എഴുതുക. സ്പിയർ ആയതുകൊണ്ട് സ്പെറിക്കൽ സർഫസ് അല്ലേ കൺസിഡർ ചെയ്തത്. 4πr². 1/4πε0 into Q/r². അത് കൊടുത്തിട്ട് ചെയ്യുമ്പോൾ നമുക്ക് 1/ε0 into Q കിട്ടും. അടുത്ത ചാർജ് ഡെൻസിറ്റീസ്. ഏതൊക്കെ ചാർജ് ഡെൻസിറ്റീസ്? ലീനിയർ ചാർജ് ഡെൻസിറ്റീസ്, സർഫസ് ചാർജ് ഡെൻസിറ്റീസ് ആൻഡ് വോളിയം ചാർജ് ഡെൻസിറ്റീസ്. ലീനിയർ ചാർജ് ഡെൻസിറ്റി ലീനിയേഴ്സ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ചാർജ് നമ്മൾ പറയുന്നത് കണ്ടക്ടർ. ലീനിയർ ചാർജ് ഡെൻസിറ്റി ലീനിയർ ആയിട്ടുള്ള കണ്ടക്ടേഴ്സിലേക്കാണ് ലീനിയർ ചാർജ് ഡെൻസിറ്റി. അപ്പോൾ Q/L ആയിരിക്കും. Surface charge density or amount of charge contained per unit area of charge particles is called അതായിരിക്കും. അപ്പോൾ ഓരോന്നിന്റെ ഇക്വേഷൻ നോക്കിയാൽ സിഗ്മ ഈസ് ഈക്വൽ ടു Q/area ആണെങ്കിൽ സർഫസ് ചാർജ് ഡെൻസിറ്റി കൂളോം പെർ മീറ്റർ സ്ക്വയർ ആണ് യൂണിറ്റ്. വോളിയം ചാർജ് ഡെൻസിറ്റി ആണെങ്കിലോ ഒരു നമ്മൾ ചാർജ് ഡിഫൈൻ ചെയ്യുന്നത് വോളിയം വെച്ചിട്ടാണെങ്കിലാണ് വോളിയം ചാർജ് ഡെൻസിറ്റി. വോളിയം ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ വോളിയം ചാർജ് ഡെൻസിറ്റി അതും ഡെൽറ്റ Q/Δv ആണ്. അപ്പൊ C/m³ വരും. അടുത്തൊരു പ്രോബ്ലം. Spherical shell having radius 3 cm, density എന്താണ്? 3 into 10 raised to 3 coulomb per meter square ആണ്. ടോട്ടൽ ചാർജ് കണ്ടുപിടിക്കുക സെല്ലിന്റെ. അതൊക്കെ നിങ്ങൾ ചെയ്തു നോക്കുക. ഇനി ഗോസസ് ലോയുടെ കുറച്ച് ആപ്ലിക്കേഷൻ ആണ്. അപ്പോൾ ഗോസസ് ലോയുടെ ഫസ്റ്റ് ആപ്ലിക്കേഷൻ ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഇൻഫിനിറ്റ്ലി ലോങ് യൂണിഫോംലി ചാർജ് സ്ട്രേറ്റ് കണ്ടക്ടർ. അപ്പൊ നിങ്ങൾക്ക് സത്യം പറഞ്ഞ ഗോസസ് ലോയുടെയൊക്കെ ആപ്ലിക്കേഷന് വേണ്ടിയിട്ടാണ് എന്ത് സർഫസ് ചാർജ് ഡെൻസിറ്റി, വോളിയം ചാർജ് ഡെൻസിറ്റീസും ലീനിയർ ചാർജ് ഡെൻസിറ്റീസും പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരെണ്ണം കൺസിഡർ ചെയ്യുക. ഒരു സിലിണ്ടറിക്കൽ ആയിട്ടുള്ള ഷേപ്പ് കൺസിഡർ ചെയ്ത് ഇങ്ങനെ ഇവിടെ ഒരു ചെറിയൊരു ഏരിയ കൺസിഡർ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് പ്രൂവ് ചെയ്യുക.
Consider an infinitely long uniformly charged straight conductor. Linear charge density lambda ആണ് തന്നിട്ടുണ്ട്. Let P be a point at a distance r from it. To find electric intensity at this point, we are considering closed surface along the conductor with length L and radius r. എന്നുവെച്ചാൽ ഒരു സ്പെറിക്കൽ ആയിട്ടൊരു സംഭവം കൺസിഡർ ചെയ്തിട്ട് എന്ത് ചെയ്യുക, സെന്റർ ചെയ്ത് പി ഡിസ്റ്റൻസ് അകലെയാണ് ആ പോയിന്റ് എന്ന് കൺസിഡർ ചെയ്യുക. അവിടുത്തെ സർഫസ് ചാർജ് ഡെൻസിറ്റി ലാംഡ തന്നിട്ടുണ്ട്. എന്താണ് സർഫസ് ചാർജ് ഡെൻസിറ്റി ഡെൽറ്റ ക്യൂ ബൈ എൽ അല്ലേ, അത് വെച്ചിട്ട് എഴുതുക. അപ്പോൾ E and ds are parallel lines considered. d phi is equal to എന്താണ് e ds cos theta ആണ്. d phi is equal to integral e dot ds e into 2 pi r l. എന്നുവെച്ചാൽ സിലിണ്ടറിക്കലിന്റെ ആ ഒരു മേളിലും ടോപ്പ് രണ്ട് ഭാഗം ഒഴിച്ചിട്ട് കർവ്ഡ് സർഫസ് ഏരിയ എന്താണ് 2 pi r l അല്ലേ വരത്തുള്ളൂ, അത് മാത്രം കൺസിഡർ ചെയ്താൽ മതി. അടുത്തത് ഇപ്പൊ എപ്സിലോൺ എന്തായിരിക്കും 1/4 pi epsilon 0 into 2 pi by RL എന്ന് എഴുതുക. ഈ ഫൈനൽ ഇക്വേഷൻ നിങ്ങൾ അത്യാവശ്യമായിട്ടും പഠിച്ചിരിക്കണം. പ്രോബ്ലം ചോദിക്കാം, അത് വെച്ചൊരു പ്രോബ്ലം ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ലോങ് സ്ട്രെയിറ്റ് കണ്ടക്ടർ ഹാസ് എ ലീനിയർ ചാർജ് ഡെൻസിറ്റി 20 millicoulomb. Find the electric field intensity at a distance 5 cm from it. ഇപ്പൊ എല്ലാം തന്നിട്ടുണ്ട്. ഡയറക്റ്റ് ആയിട്ട് ഈ ഇക്വേഷൻ കാണാതെ പഠിച്ചിട്ട് ചെയ്യുക. അടുത്ത വേറൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. An infinite line charge produce a field 9 in 10 raised to 4 the distance 2 cm. Calculate linear charge density. Linear charge density ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് തന്നിരിക്കുന്ന ഇക്വേഷൻ എഴുതുക, എന്നിട്ട് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചോദിച്ചിരിക്കുന്ന അൺനോൺ ആയിട്ടുള്ള ക്വാണ്ടിറ്റി കണ്ടുപിടിക്കുക. അടുത്തത് ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ചാർജ് സ്പെറിക്കൽ ഷെല്ലാണ്. സ്പെറിക്കൽ ആയിട്ടൊരു ഷെല്ലാണെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും, ഒരു ഇന്നർ ആൻഡ് ഔട്ടർ കൺസിഡർ ചെയ്യുക. സിഗ്മ ഈക്വൽ ടു ക്യൂ ബൈ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ആ ഇക്വേഷൻ കൊടുക്കുക. ഒരു ചെറിയ വ്യത്യാസം ഇവിടെ 4 pi r സ്ക്വയർ കൊടുക്കുക. എന്നിട്ട് സിഗ്മ ബൈ എപ്സിലോൺ 0 r സ്ക്വയർ ബൈ r സ്ക്വയർ, ക്യാപിറ്റൽ r സ്ക്വയർ ബൈ സ്മോൾ r സ്ക്വയർ. ഇന്നർ റേഡിയസും ഔട്ടർ റേഡിയസും ആണ്. കുറച്ച് പ്രോബ്ലം ഉണ്ട്, നിങ്ങൾ തന്നെ നോക്കുക, ചെയ്ത് നോക്കാൻ പറ്റുമോ നോക്കുക. അപ്പൊ ഇന്ന് എന്തൊക്കെയാണ് മൊത്തത്തിൽ ഒന്ന് ഓടിച്ച് നോക്കാം. നമ്മൾ എവിടുന്ന് തുടങ്ങിയേ? ഫസ്റ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്താന്ന് പറഞ്ഞു. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് എന്താണ്? റീജിയൻ ഓഫ് സ്പേസ് ഇൻ വിച്ച് ചാർജ് പാർട്ടിക്കിൾ എക്സ്പീരിയൻസ് ഫോഴ്സ് ആണ്. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഇക്വേഷൻ ഈസ് ഈക്വൽ ടു എന്താണ് എഫ് ബൈ ക്യൂ ആണ് നമ്മൾ പറഞ്ഞായിരുന്നു. അത് വെച്ച് കുറച്ച് പ്രോബ്ലം നമ്മൾ നോക്കി. അത് കഴിഞ്ഞിട്ട് ഡൈപോൾ എന്താന്ന് പറഞ്ഞു, രണ്ട് ചാർജസ് ഈക്വൽ ചാർജസ് സെപ്പറേറ്റഡ് ബൈ സ്മോൾ ഡിസ്റ്റൻസ് ആണെന്ന് പറഞ്ഞു. ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത് P is equal to Q into 2A എന്ന് പറഞ്ഞു. അത് വെച്ചൊരു സംഭവം സിമ്പിൾ ആയിട്ട് പ്രൂഫ് ടോ വെച്ചുള്ള ഇക്വേഷൻ പറഞ്ഞു. മെയിൻ ആയിട്ടുള്ളത് അടുത്ത് ഏതായിരുന്നു? ഗോസസ് ലാ പറഞ്ഞായിരുന്നല്ലേ. ഗോസസിലാണ് അടുത്ത സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ പറഞ്ഞായിരുന്നു. എന്താണ് ടോട്ടൽ ഫോഴ്സ് ഒരു ചാർജില് ബാക്കിയുള്ള ചാർജസ് മൂലം എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് ഒക്കെ നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ആണ് യൂസ് ചെയ്യുന്നത്. ഇനി അതിലൊരു എക്സ്പ്രഷൻ അടുത്ത ആക്സിയൽ പോയിന്റും ഓരോ പോയിന്റും പറഞ്ഞായിരുന്നു. ഇക്വിറ്റോറിയൽ പോയിന്റ് ഇക്വേഷൻ മാത്രം ജസ്റ്റ് നോക്കി ഒന്ന് വെച്ചേക്കാം. ഇലക്ട്രിക് ലൈൻസ് എന്താണ്? ഇലക്ട്രിക് ലൈൻസ് എന്ന് പറയുന്നത് ഇമാജിനറി ലൈൻസ് ആണ്. നമ്മൾ എന്തിനാണ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിന്റെ ഡയറക്ഷനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. പോസിറ്റീവ് ചാർജിലാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്, ടെർമിനേറ്റ് ചെയ്ത നെഗറ്റീവ് ചാർജിലുമാണ്. ടാൻജന്റ് എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡിനോട്ട് ചെയ്യുമെന്നും ഇലക്ട്രിക് ലൈൻസ് എന്ന് പറയുന്നത് ഒരിക്കലും ഇന്റർസെക്ട് ചെയ്യത്തില്ല എന്നും അതെന്താ ഒരു കണ്ടക്ടറിലൂടെ പാസ് ചെയ്യത്തില്ല എന്നും യൂണിഫോം ഫീൽഡ് ആണെങ്കിൽ പാരലൽ ആൻഡ് ഇക്വൽ ഡിസ്റ്റൻസ് ആയിരിക്കും എന്നും സ്ട്രോങ് ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ ലൈൻ ഡെൻസിറ്റി ലാർജ് ആണെന്ന് പറഞ്ഞു. റെപ്രസെന്റേഷൻ പറഞ്ഞായിരുന്നു. ഇലക്ട്രിക് ഫ്ലക്സിന്റെ ഒരു ഇക്വേഷൻ പറഞ്ഞായിരുന്നു. ഗോസസ് ലാ എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ട് ഒന്നാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഇക്വേഷൻ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യുക. E dot ds എന്ന് പറഞ്ഞാൽ 1 by epsilon q ആണ്. ഇത് ഇലക്ട്രിക് ഫീൽഡും epsilon 0 ഡയലക്ട്രിക് പെർമിറ്റിവിറ്റിയും ഫ്രീ സ്പേസും ആണ്. അടുത്തത് അങ്ങനെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, കുറച്ച് പ്രോബ്ലംസും എന്നിട്ട് ഗോസസ് ലായുടെ ആപ്ലിക്കേഷൻസും ഓരോന്നായിട്ട് കൺസിഡർ ചെയ്ത് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നന്നായിട്ട് നിങ്ങൾ ടെക്സ്റ്റ് നന്നായിട്ട് റീഡ് ചെയ്യുക, എന്നിട്ട് ഈ നോട്ട് നന്നായിട്ട് നോക്കുക, എന്നിട്ട് നന്നായിട്ട് ഫസ്റ്റ് ചാപ്റ്റർ നന്നായിട്ട് പഠിക്കാൻ നോക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നെങ്കിൽ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്.